അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുൽഹജ്ജ് 9 വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നോമ്പാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ കൂടിയ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ദുൽഹജ്ജ് 9 നോമ്പ്, അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നത് ദുൽഹജ്ജ് 8 നോമ്പ്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നോമ്പ് സുന്നത്ത് തന്നെയാണ്. ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ദുൽഹജ്ജ് 9 ദിവസങ്ങളിലെ നോമ്പിനെ 3 തരത്തിലായി നമുക്ക് കാണാവുന്നതാണ്. 1 മുതൽ 9 വരെ മൊത്തത്തിൽ നോമ്പ് സുന്നത്താണ്. 2, ദുൽഹജ്ജ് 8 അല്പം കൂടി പ്രാധാന്യമർഹിക്കുന്ന സുന്നത്താണ്. 3, ദുൽഹജ്ജ് 9 ഏറെ മുഅക്കദായ സുന്നത്താണ് എന്ന് മഹാത്മാക്കൾ പഠിപ്പിക്കുന്നു. ദുൽഹജ്ജ് 9 നോമ്പിനെ കുറിച്ച് ഫത്ഹുൽ മുബീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അന്നഹു യുകഫിറു സനത്തൽ മാളിയത വൽ ഖാബില, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ ദോഷങ്ങൾ പൊറുക്കാൻ ദുൽഹജ്ജ് 9 നോമ്പിന് പ്രാപ്തിയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം. വഇബാറത്തുഹു ഫായിദത്തുൻ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഹാദിഹി ബുശ്റാ ബിഹയാതി സനത്തിൻ മുസ്തഖ്ബിലത്തിൻ ലിമൻ സാമഹു, ഈ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ഒരു വർഷത്തെ ദീർഘായുസ്സിന് സാധ്യതയുണ്ട് എന്ന് ഇത് അറിയിക്കുന്നുണ്ട്. ഇത് കാരണം ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്റ ബി കഫാറത്തിഹ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ നോമ്പ്, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം കൂടി പൊറുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഫദല്ലലി സ്വാഇമിഹി അലൽ ഹയാത്ത് ഫിഹ, അപ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ വിശ്വാസിക്ക് ദീർഘായുസ്സുണ്ട് എന്നതിലേക്ക് കൂടി ഇതിൽ സൂചനയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ ദിവസത്തിൽ മനുഷ്യേതര ജീവികൾ വരെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതിന്റെ മഹത്വത്തോട് ഐക്യദാർഢ്യം കാണിക്കുന്നുണ്ട് എന്നും മഹത്തുക്കളെ രേഖപ്പെടുത്തുന്നുണ്ട്. വറദ ഫിൽ അഹാദീസി അന്നൽ വുഹൂഷ ഫിൽ ബാദിയത്തി തസൂമുഹു, ആ നോമ്പിനെ അനുഷ്ഠിക്കാൻ മലഞ്ചെരുവുകളിലുള്ള നാക്കാലി ജീവികൾ വരെ മുന്നോട്ട് വരാറുണ്ട് എന്ന് അലിയുസ് ഇബ്രാഹിം അല്ലിസി രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചില ആളുകൾ ചില നാക്കാലികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എറിഞ്ഞു കൊടുത്തു ദുൽഹജ്ജ് 9 ദിവസത്തിൽ. അവർക്ക് ആ ജീവികളെ ഭക്ഷിക്കാത്തതായിട്ട് കണ്ടെത്താൻ സാധിച്ചു. അതിന്റെ വിശദീകരണത്തിൽ ജീവികൾ പോലും ആ ദിവസത്തെ നോമ്പിനെ പുണ്യത്തോടെ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് മുഴുവൻ ദോഷങ്ങളും, എന്ന് വെച്ചാൽ വനദോഷങ്ങളിൽ പെട്ടിട്ടില്ലാത്ത മുഴുവൻ ചെറുദോഷങ്ങളും ദുൽഹജ്ജ് 9 നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും. ഹാജിമാരല്ലാത്ത മുഴുവൻ ആളുകൾക്കും അത് സുന്നത്താണ്. എന്ന് മാത്രമല്ല, ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ അത് റമളാനിന്റെ അവസാനത്തെ 10നേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് വരെ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ കൂടിയ ദിവസങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ദുൽഹജ്ജ് 9 നോമ്പിന് 2 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കാനുണ്ടായ കാരണം അത് മിൻ ഖുസൂസിയത്തി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് എന്നതുകൊണ്ടാണ്. അതേസമയത്ത് മൂസാ നബിയുടെ സമുദായത്തിന്റെ പ്രത്യേകതയുടെ ഭാഗമായി വന്ന നോമ്പ് അത് 1 വർഷത്തെ ദോഷം മാത്രമേ പൊറുപ്പിക്കുന്നുള്ളൂ. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര അമ്പിയാക്കളുടെ മുകളിലാണ് എന്നതുകൂടി ഈ സംഭവം നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്.